Hello, moments come and go, but memories last forever. ഓർമ്മകൾ എന്നെന്നും നിലനിൽക്കും. അതിനാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും നാം സന്തോഷകരമാക്കാൻ ശ്രമിക്കണം. അതിലൂടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓൺ ദിസ് നോട്ട് ഞാൻ ഇന്നത്തെ ഡിഷിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ക്യാബേജ് സ്പ്രിംഗ് ഓണിയൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാംസ് ക്യാബേജ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 സ്റ്റെം സ്പ്രിംഗ് ഓണിയൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില ഒരു തണ്ട്, ഗ്രീൻ ചില്ലി 2 എണ്ണം ഫൈൻലി ചോപ്ഡ്, ഗാർലിക് 2 ക്ലോവ്സ് ഫൈൻലി ചോപ്ഡ്, ജിഞ്ചർ സ്മോൾ പീസ് ഫൈൻലി ചോപ്ഡ്, പിന്നെ ഒരു സ്മോൾ ഓണിയൻ ഫൈൻലി ചോപ്ഡ്. ഇനി അടുത്ത സെറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മസ്റ്റർഡ് സീഡ്സ് 1/2 ടീസ്പൂൺ, ക്യുമിൻ സീഡ്സ് 1/2 ടീസ്പൂൺ, ഉറുദ് ദാൽ 1 ടീസ്പൂൺ, റെഡ് ചില്ലി 2 നമ്പേഴ്സ് ഓർ ചെറുതാണെങ്കിൽ 3 നമ്പേഴ്സ് എടുക്കാം, ദെൻ സോൾട്ട് ആസ് നീഡഡ്. ഇനി ഇത് കൂടാതെ കുക്കിംഗ് ഓയിലും വേണം. ഞാനിവിടെ കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ കാണാം. ഞാനിവിടെ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മസ്റ്റർഡ് സീഡ്സ് ഇട്ട് കൊടുക്കുക. മസ്റ്റർഡ് സീഡ്സ് സ്പ്ലട്ടറായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉഴുന്ന് പരിപ്പും ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ റെഡ് ചില്ലി കൂടെ ആഡ് ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കുറച്ചിട്ട് അതിലേക്ക് ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ഓണിയൻ ആൻഡ് ഗ്രീൻ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ ഓണിയൻ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് സോൾട്ട് കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഓണിയൻ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ടിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കും. സ്പ്രിംഗ് ഓണിയൻ ഇട്ട് ഏകദേശം 1 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ക്യാബേജ് സ്പ്രിംഗ് ഓണിയൻ ഫ്രൈ റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ എല്ലാ റെസിപ്പീസും വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു ദിവസം ക്യാബേജ് എടുത്ത് കുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് ഡിഷ് ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ ഡോണ്ട് ഐ കമ്പൈൻ ദീസ് ടു ആൻഡ് ട്രൈ സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. യു വിൽ നോട്ട് ബിലീവ് ഇറ്റ്, ഇറ്റ് റിയലി ടേൺഡ് ഔട്ട് ടു ബി അമേസിങ്. ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി വിജയിച്ചപ്പോൾ ഇറ്റ് റിയലി ഗേവ് മീ എ ഗ്രേറ്റ് സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ വിച്ച് ഇൻ ടേൺ മേഡ് മീ ഹാപ്പി. That's all for today. See you later. Bye bye.